ഹിന്ദുവിന്റെ ഒരു നേതാവിനും ഹിന്ദുമതവുമായി അടിസ്ഥാനപരമായി ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ അതിന്റെ വിശദമായ വശങ്ങളിലേക്ക് പിന്നീട് വരാം. ഇവിടെ മതത്തിൽ അന്തർലീനമായി രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഹിന്ദുമതത്തിൽ അവതാരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നല്ലോ. പ്രിയമുള്ള ഹൈന്ദവ സഹോദരങ്ങളെ, RSSകാർ പറയുന്നു ഇവിടെ ഒരു ഹിന്ദുവിന്റെ പരമമായ ലക്ഷ്യം ഒരു ഭരണകൂടം സ്ഥാപിക്കലാണ് എന്ന്. എന്നാൽ ഒരു ഭരണകൂടം സ്ഥാപിക്കലാണ് ഹൈന്ദവ ദർശനത്തിന്റെ അടിസ്ഥാനപരമായ അനിവാര്യത എന്ന് ഏത് വേദഗ്രന്ഥത്തിലാണുള്ളത്? ഏറ്റവും പുതിയ ഭഗവത്ഗീതയിലെങ്കിലും ഉണ്ടോ? ഭഗവത്ഗീതയിൽ അവതാരങ്ങൾ പോലും പ്രത്യക്ഷപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എവിടെ ധർമ്മം നശിക്കുകയും അധർമ്മം ഉണർന്നു വരികയും ചെയ്യുന്നു, ആ കാലഘട്ടങ്ങളിലെല്ലാം സംഭവാമി യുഗേ യുഗേ, യുഗം തോറും ഞാൻ അവതരിക്കാറുണ്ട്. അഥവാ ധർമ്മവും സത്യവും നീതിയും നൈതികതയും നഷ്ടപ്പെടുന്ന സമൂഹത്തിലേക്കാണ് അവതാരങ്ങൾ പോലും പ്രത്യക്ഷപ്പെടുന്നത്, അല്ലാതെ ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയല്ല എന്നാണ് ഹിന്ദുമത വേദഗ്രന്ഥങ്ങൾ പോലും പഠിപ്പിക്കുന്നത്. എങ്കിൽ ഇതിനെയൊക്കെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇവിടെയുള്ള ഹിന്ദുവിന്റെയും ഇവിടെയുള്ള മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും മറ്റു മതവിശ്വാസികളെയും ഒക്കെ കൊന്നൊടുക്കിക്കൊണ്ട് അവരുടെ ശവക്കൂനകൾക്ക് മുകളിൽ സുഖലോലുപതയുടെ സിംഹാസനങ്ങൾ പണിതുയർത്ത് ആർത്തു ചിരിക്കാമെന്ന് വ്യാമോഹിക്കുന്ന ഇവിടത്തെ ഹൈന്ദവ ഫാസിസ്റ്റ് സംഘടനകൾക്ക് ഹിന്ദുമതവുമായി ഒരു ബന്ധവുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം തന്നെ ഇസ്ലാമിക രാഷ്ട്രവാദവും ഈ രീതിയിൽ തന്നെയാണ്. ഇസ്ലാമിക രാഷ്ട്രവാദത്തിന് എവിടെയാണ് തെളിവുള്ളത്? ഏതെങ്കിലും ഒരു പ്രവാചകൻ തന്റെ ആഗമനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യമായി ഇതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? പ്രവാചക നിയോഗത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം മതം സ്ഥാപിക്കലാണ് എന്ന് സയ്യിദ് അബുൽ അഅല മൗദൂദിക്കും ജമാഅത്തെ ഇസ്ലാമിക്കും മുമ്പ് ലോകത്താരെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. ലോകത്താര ഇത് പ്രഖ്യാപിച്ചത്? ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ സയ്യിദ് അബുൽ അഅല മൗദൂദി ചെയ്തത്, ഇവർ തമ്മിലുള്ള സാമ്യം ഞാൻ പിന്നീട് വിശദീകരിക്കാം. സയ്യിദ് അബുൽ അഅല മൗദൂദി ചെയ്തത് ഒരു മുസൽമാൻ അടിസ്ഥാന ലക്ഷ്യം ഭരണകൂടം സ്ഥാപിക്കലാണ് എന്ന് വരുത്തി തീർത്തു എന്ന് മാത്രമല്ല, ഇസ്ലാം ആദരിക്കുകയും ബഹുമാനിക്കുകയും മാതൃകായോഗ്യരായി പരിചയപ്പെടുത്തുകയും ചെയ്ത മഹാരഥന്മാരായ പ്രവാചകന്മാർ, ഉദാഹരണത്തിന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ പ്രബോധന ജീവിതത്തിൽ അദ്ദേഹം സമ്പൂർണമായും പരാജയപ്പെട്ടു പോയി എന്ന് സയ്യിദ് അബുൽ അഅല മൗദൂദി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഭരണകൂടമില്ലായിരുന്നു. അദ്ദേഹം റിസാലത്തിന്റെ വിഷയത്തിൽ അഥവാ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്ന വിഷയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനങ്ങളോട് വഞ്ചന കാണിച്ചു എന്നും അദ്ദേഹത്തിന്റെ നിയോഗം പൂർത്തീകരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നും സയ്യിദ് അബുൽ അഅല മൗദൂദിയെ പോലുള്ള തീവ്രവാദികൾ പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു, വഇബ്രാഹിമുല്ലദീ വഫാ, ഇബ്രാഹിം അദ്ദേഹത്തെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി അദ്ദേഹം നിർവഹിച്ചു എന്ന് മാത്രമല്ല, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ. മനുഷ്യ സമൂഹത്തിന് ഇബ്രാഹിമിനെ പരിചയപ്പെടുത്തുന്നു എങ്ങനെ? അദ്ദേഹം ഒരു വ്യക്തിയല്ല, കാന ഉമ്മത്തൻ, അദ്ദേഹം ഒരു സമുദായമാണ്. ഒരു വ്യക്തിയെ ഒരു സമുദായത്തിന് സമാനമായി ഉയർത്തി കാണിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച്, ഖലീലുള്ളയെ കുറിച്ച് സയ്യിദ് അബുൽ അഅല മൗദൂദിയും ജമാഅത്തെ ഇസ്ലാമിക്കാരും പഠിപ്പിച്ചു എന്ന് അദ്ദേഹത്തിന്റെ പ്രബോധന ജീവിതം പരാജയമായിരുന്നുവെന്ന്. അതുപോലെ തന്നെ ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും ഭരണകൂടം സ്ഥാപിക്കാൻ വേണ്ടിയാണെന്ന് വരുത്തി തീർത്തു. ഇതിനു വേണ്ടി ഇസ്ലാമിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് തങ്ങൾക്ക് സ്വതന്ത്ര ഇന്ത്യയിൽ തങ്ങൾക്ക് രാഷ്ട്രീയാധികാരം കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന അബുൽ അഅല മൗദൂദി എന്ന ഒരു ഉറുദു പയ്യന്റെ ഭാവനയിൽ വിരിഞ്ഞ ഈ വികലമായ വാദമാണ് ഇന്ത്യ രാജ്യത്തെന്ന് മാത്രമല്ല ലോകത്ത് മുഴുവൻ ഇസ്ലാമിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ മുഴുവൻ അടിവേരുകൾ ചെയ്യുന്നത് സയ്യിദ് അബുൽ അഅല മൗദൂദിയുടെ ചിന്തകളിലാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരെ തന്നെ കൊണ്ടാടുകയും അവരുടെ ഈ ലക്കം പ്രബോധനം വാരികയിൽ പോലും ലേഖനം എഴുതുകയും ചെയ്തിട്ടുള്ള ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഇസ്ലാമിക ലോകത്തെ സാഹിത്യ നിരൂപകനായി അറിയപ്പെടുന്ന ഡോക്ടർ ഫഹ്മി ഹുവൈദി, അദ്ദേഹം വളരെ വ്യക്തമായി എഴുതി എന്ത്, ഇന്തോനേഷ്യ മുതൽ അൾജീരിയ വരെ വിസ്തൃതമായ ഇസ്ലാമിക ലോകത്തു തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും വിഷവിത്തുകളുമായി കടന്നു വന്ന സയ്യിദ് അബുൽ അഅല മൗദൂദിയെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ഫഹ്മി ഹുവൈദി പോലും എഴുതി. ഇങ്ങനെ ഈ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്ത് വരുന്നത്, സിമി എന്ന പേരിൽ അവരുടെ ഒരു വിദ്യാർത്ഥി സംഘടന രൂപം കൊള്ളുന്നത്. സിമി എന്ന പേരിൽ രൂപം കൊണ്ട അവരുടെ വിദ്യാർത്ഥി സംഘടന
വിഷം ചീറ്റുന്ന ആശയങ്ങളുമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇങ്ങനെ ആർത്തലച്ചു. അവർ കുറെ പോസ്റ്ററുകളും അതേപോലെ തന്നെ കുറെ കടിച്ചാപ്പൊട്ടാത്ത സാഹിത്യങ്ങളും എടുത്തുദ്ധരിച്ചുകൊണ്ട് അവർ കേരളത്തിന്റെ മണ്ണിൽ ഇങ്ങനെ വിലസി നടന്നു. ഇങ്ങനെ വിലസി നടന്ന സമയത്ത് ഈ തീവ്രവാദ ആശയങ്ങൾക്ക് താത്വികമായ അംഗീകാരം നൽകാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ചില ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഈ സിമി പിരിച്ചുവിടേണ്ട അവസ്ഥ വന്നപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് എന്ന് നാം ഇന്ന് വിശേഷിപ്പിക്കുന്ന NDF ആയിരുന്ന, അതിനു മുമ്പ് വൈമ കൈമ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ചില ഓർഗനൈസേഷനുകൾ തീവ്രവാദത്തിന്റെ പേരിൽ ഒന്നിക്കുകയും NDF എന്ന പേര് സ്വീകരിക്കുകയും ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടായി മാറുകയും ചെയ്തത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. സയ്യിദ് അബുൽ മൗദൂദി ഇന്ത്യ രാജ്യത്ത് വിക്ഷേപിച്ചു വിട്ട അനിസ്ലാമികമായ ആശയങ്ങളെ കുറിച്ച് ഒന്നുകൂടി മനസ്സിരുത്തിക്കൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിക്കേണ്ടത്. എന്താണ് അബുൽ മൗദൂദിയുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും? ജനാധിപത്യത്തെയും അതേപോലെ തന്നെ മതേതരത്വത്തെയും ഒക്കെ എതിർത്തുകൊണ്ട് ഈ മതേതരത്വം, ജനാധിപത്യം, ദേശീയത്വം ഒരു താത്വിക വിശകലനം എന്ന പേരിൽ IPH പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകത്തിന്റെ 62ാമത്തെ പേജിൽ നമുക്ക് കാണാം എന്ത്? ജനാധിപത്യവും മതേതരത്വവും ഒരു മുസൽമാന് ഹറാമാണ്. ഹറാമ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നൽ ഹറാമു ബയ്യിനുൻ ഇന്നൽ ഹലാലു ബയ്യിനുൻ. പ്രവാചകൻ നിർവഹിച്ചു തന്നു. ഹലാല് വ്യക്തമാണ്, ഹറാമ് വ്യക്തമാണ്. കാലത്തിനോ ദേശത്തിനോ വർഗത്തിനോ വർണ്ണത്തിനോ അനുസരിച്ച് മാറ്റമില്ലാതെ തുടരുന്നതാണ് ഹലാലും ഹറാമും. പക്ഷേ ഈ ഹലാലും ഹറാമും ജമാഅത്തെ ഇസ്ലാമിക്കാർ തരം പോലെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് അനിസ്ലാമികമായ ആശയങ്ങൾ, എത്രത്തോളം എന്ന് പറഞ്ഞാൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇവരെ എഴുതി വിട്ടത് അദ്ദേഹം അഴിമതിയുടെ ഏറ്റവും വലിയ കൊടിമരമാണെന്ന്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോൾ തർളിയത്തിന് പകരം ലാനത്ത് ചൊല്ലിയിരുന്ന എത്രയോ ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ നേതാക്കന്മാർ ഈ കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിക്കാരന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ കഴിയുമോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പൂർണ്ണമായി ഞങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരന് പറയാൻ കഴിയുമോ? പറയാൻ കഴിയില്ല. IPH പ്രസിദ്ധീകരിച്ചിട്ടുള്ള സയ്യിദ് കുത്തുബ് എഴുതിയിട്ടുള്ള അൽ അദാലത്തുൽ ഇജ്തിമാഇയ്യത്തു ഫിൽ ഇസ്ലാം എന്ന പേരിലുള്ള അറബി പുസ്തകം നിങ്ങൾ മൊഴിമാറ്റം നടത്തി IPH ഇപ്പോഴും വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാമിലെ സാമൂഹ്യ രീതി എന്ന പേരിൽ ആ പുസ്തകം വാങ്ങി വായിക്കുക. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എഴുതിയിട്ടുള്ള അബൂദറുൽ ഗിഫാരി എന്ന പുസ്തകം വാങ്ങി വായിക്കുക. അതിൽ കാണാം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വന്തക്കാർക്ക് വേണ്ടി അഴിമതി നടത്തിയ അഴിമതിയുടെ കൊടിമരമായിരുന്നുവെന്ന് നിങ്ങൾ എഴുതി വിട്ടിട്ടില്ലേ? അങ്ങനെ ഇസ്ലാമിനെയും ഇസ്ലാമിക ലോകത്ത് ജ്വലിച്ചു നിന്നിരുന്ന മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ അനുയായികൾ പ്രവാചകൻ പറഞ്ഞില്ലേ എന്ത്? അസ്ഹാബി കന്നുജൂമി ബി അയ്യിഹിം ഇഖ്തദൈതും. എന്റെ സഹാബിമാര് അവർ നക്ഷത്ര തുല്യരാൻ, അവരെല്ലാരെ പിൻപറ്റിയാലും നിങ്ങൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ മഹാരഥന്മാരായ സഹാബിമാരെ കുറിച്ച് ഖദ് ഗഫർതു ലക്കും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നുവെന്ന് പടച്ചതമ്പുരാനാൽ സുവിശേഷം അറിയിക്കപ്പെട്ട മഹാന്മാരായ സഹാബിമാരെ കുറിച്ച് റളിയല്ലാഹു അൻഹും വറദു അൻഹു, അല്ലാഹുവരെയും അവരല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു എന്ന് ഖുർആൻ സർട്ടിഫൈ ചെയ്ത ഉസ്മാനുൻ ഫിൽ ജന്ന എന്ന് പ്രവാചകന്റെ പവിത്രമായ നാവുകളാൽ സുവിശേഷം അറിയിക്കപ്പെട്ട മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സൽമാൻ എന്ന് വിളിച്ചേർച്ചവർ ജമാഅത്തുകാരായിരുന്നു. പുസ്തകം വാങ്ങി ഒരു വായിച്ചു നോക്കുക, അവരെ തിരുത്തി. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായിരുന്നു സിമി. ഈ സിമി പിരിച്ചുവിടപ്പെട്ടപ്പോഴാണ് ഇതുണ്ടായത്. സിമിയുടെ തുടർച്ചയാണ് പോപ്പുലർ ഫ്രണ്ട്. ഇത് പറയാനാണ് ഞാൻ ജമാഅത്തിനെ അല്പം വിശദീകരിച്ചത്. സിമിയുടെ തുടർച്ചയാണ് NDF അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? തെളിവുണ്ട്. 2005 ഡിസംബർ ആദ്യവാരം പുറത്തിറങ്ങിയ തേജസ് ദ്വൈവാരികയിൽ വളരെ വ്യക്തമായി നിങ്ങൾ എഴുതി വിട്ടിട്ടുണ്ട്, പോപ്പുലർ ഫ്രണ്ട് എഴുതി വിട്ടിട്ടുണ്ട്, ഞങ്ങൾ സിമിയുടെ തുടർച്ചയാണ്. സിമി കേരളത്തിന്റെ മണ്ണിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ആശയങ്ങളുടെ പരിപൂർണതയ്ക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് NDF പോപ്പുലർ ഫ്രണ്ട് എന്ന് 2005 ഡിസംബർ ആദ്യ ലക്കത്തിൽ പുറത്തിറങ്ങിയ തേജസ് ദ്വൈവാരികയിൽ നിങ്ങൾ എഴുതി വിട്ടിട്ടുണ്ട്. ഇനിയും നമ്മൾ പരിശോധിക്കുക, പോപ്പുലർ ഫ്രണ്ട് കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ കൊണ്ട് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് എന്ത് ഗുണമാണ് ലഭിച്ചത്? അതിനെക്കുറിച്ച് ആത്മാർത്ഥമായ ഒരു പരിശോധന നമ്മൾ നടത്തുക. ഇപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുന്ന തൊടുപുഴയിലെ ന്യൂമാൻ കോളേജ് അധ്യാപകനായ DJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയതുമായി ബന്ധപ്പെട്ടു കേരളത്തിൽ ഉയർന്ന വിവാദം. എന്താ ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാരന് പറയാനുള്ള ന്യായം? പോപ്പുലർ ഫ്രണ്ടുകാരൻ ചോദിക്കുന്നു, ജയകൃഷ്ണൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു അധ്യാപകനെ CPMകാര് ക്ലാസ് മുറിയിൽ കയറി തുണ്ടമാക്കി കുട്ടികളുടെ മുന്നിലിട്ട് വെട്ടി നിറുക്കി കൊലപ്പെടുത്തിയില്ലേ? എന്തേ കേരളത്തിൽ അത് വിവാദമായില്ല?
അതുപോലെ തന്നെ എത്രയോ RSSകാർ, എത്രയോ CPMകാരെ കണ്ണൂരിന്റെ അടാര രാഷ്ട്രീയത്തിന്റെ